നവോത്ഥാന കാലഘട്ടം തൊട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ നവോത്ഥാന നായകരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. തുടർന്ന് കേരളീയ സമൂഹം വലിയ തോതിൽ അത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ന് കാണുന്ന കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബറിലാണല്ലോ. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭയിലേക്കുള്ള. 1957 കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് രൂപീകൃതമായി. അന്ന് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് അധികാരത്തിലേറ്റിയത്. VMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരമേറ്റു. ആ സർക്കാരാണ് കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടത്. വിവിധ മേഖലകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ രംഗത്ത് സാർവത്രിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പോയി പഠിക്കാൻ സൗകര്യമുണ്ടാകുമാറ് നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്കൂളുകൾ അനുവദിക്കുന്ന നില ആ ഗവൺമെൻറ് സ്വീകരിച്ചു. തുടർന്ന് വലിയ പുരോഗതിയാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് നേടിയത്. പക്ഷേ 2016 നാം വിദ്യാഭ്യാസ മേഖലയിൽ അധോഗതിയിലായിരുന്നു. 1000-ഓളം സ്കൂളുകൾ അടച്ചിടേണ്ട പട്ടികയിലായിരുന്നു അന്ന്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല, കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കളും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഫലം 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞു പോയതായിരുന്നു. ആ കൊഴിഞ്ഞുപോക്ക് തുടരുമെന്നും പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നു പോകുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് LDF അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കും എന്ന വാഗ്ദാനം മറ്റു പല കാര്യങ്ങളോടുമൊപ്പം ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷണത്തിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം രൂപീകരിച്ചു. നാടാകെയും അതിനോടൊപ്പം സഹകരിച്ചു. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം വന്നു. ഇന്ന് ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് തുടർച്ചയായി കേരളത്തിനാണ് ആ 1-ാം സ്ഥാനം സമ്മാനിക്കുന്നത്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. 5000 കോടിയോളം രൂപയാണ് ആ മേഖലയിൽ ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായി ക്ലാസ് മുറികളെല്ലാം സ്മാർട്ട് ക്ലാസ്സുകളായി.
സ്കൂളുകൾ ഹൈടെക്കായി. നേരത്തെ വലിയ തോതിൽ അപജയത്തിലായിരുന്ന സ്കൂളുകൾ നല്ല യശസ്സിലേക്ക് ഉയർന്നു. അതിൻ്റെ ഫലം 5 ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയ സ്ഥാനത്ത് പുതുതായി 10 ലക്ഷം കുട്ടികൾ വന്നു ചേർന്നു എന്നതാണ്. ഈ മാറ്റം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2016 LDF എല്ലാ അധികാരത്തിൽ വന്നത് എന്ന് സങ്കല്പിക്കുക. UDF അധികാരത്തിൽ തുറന്നിരുന്നുവെങ്കിൽ ഈ മാറ്റമായിരുന്നോ കേരളത്തിലുണ്ടാവുക? പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 2016 1000 സ്കൂൾ അടച്ചുപൂട്ടാനാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നെങ്കിൽ എത്രയോ ആയിരം അടഞ്ഞുപോയിട്ടുണ്ടാകുമായിരുന്നു. 5 ലക്ഷത്തിന് പകരം നിരവധി ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയിട്ടുണ്ടാകുമായിരുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗമാകെ തകർന്ന നിലയിലായിട്ടുണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ കഴിഞ്ഞത് LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിന് 2021 തുടർച്ച ഉണ്ടായതുകൊണ്ടുമാണ്. 2021 നേരത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പേരിട്ടതിന് വിദ്യാകിരണം എന്ന പേരാക്കി മാറ്റിയെന്ന് മാത്രം. നടപ്പാക്കിയതെല്ലാം ഒരേ പദ്ധതിയായിരുന്നു. ഇത് വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും യശസ്സോടെ ഉയർന്നു നിന്ന ഒന്നായിരുന്നു ആരോഗ്യരംഗം. ആരോഗ്യരംഗത്ത് 1957 ഗവൺമെൻറ് തന്നെ ഗ്രാമങ്ങൾ തോറും ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാകണമെന്ന ധാരണയിൽ നല്ലതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ നിരവധി എണ്ണം സ്ഥാപിക്കാൻ തയ്യാറായിരുന്നു. തുടർന്ന് ആരോഗ്യമേഖല വലിയ തോതിൽ ശക്തിപ്പെട്ടു. പക്ഷേ 2016 ആയപ്പോൾ വലിയ തകർച്ച ആരോഗ്യരംഗത്തിനുണ്ടായി. അതിൻ്റെ ഭാഗമായി ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, നഴ്സുമാരും സ്റ്റാഫും ഇല്ലാത്ത അവസ്ഥ, മരുന്നും ആശുപത്രിയിൽ വേണ്ട മറ്റ് സജ്ജീകരണങ്ങളും ഇല്ലാത്ത അവസ്ഥ, വല്ലാത്തൊരു തകർച്ചയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം കൂപ്പുകുത്തി. LDF ആ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യരംഗത്തിൻ്റെ ഉന്നതി ലക്ഷ്യമായി കാണുകയുണ്ടായി. അതിൻ്റെ ഫലമായി ആർദ്രം മിഷൻ LDF സർക്കാർ പ്രഖ്യാപിച്ചു. വലിയ മാറ്റം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ പലതരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊരുക്കി. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ വന്നു. ഇതിനിടയിലാണ് നമുക്ക് കോവിഡിനെ നേരിടേണ്ടി വന്നത്. കോവിഡ് വന്നപ്പോൾ ലോകമാകെ അതിനു മുന്നിൽ വിറങ്ങലിച്ചു നിന്നു.
ലോകത്തെ സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങളടക്കം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടു. എന്നാൽ രാജ്യവും ലോകവും കേരളത്തെ അത്ഭുതാതരങ്ങളോടെ നോക്കി നിന്നു. കാരണം കോവിഡിൻ്റെ മൂർധന്യദശയിലും നാം കേരളം ഒരുക്കിയ ആരോഗ്യ സജ്ജീകരണങ്ങൾ മികച്ചു നിന്നു. ഒന്നിലും കുറവുണ്ടായില്ല. നമ്മുടെ ആശുപത്രികളിൽ കോവിഡിൻ്റെ മൂർധന്യദശയിലും ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്നതിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. രാജ്യത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ കാലത്ത് സംഭവിച്ചതെല്ലാം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള ഒരു ദയനീയ സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ടായില്ല. ഇത് നമുക്ക് നേടാനായത് കോവിഡ് വരുമെന്ന് കണക്കാക്കി നാം ഒരുക്കിയ സൗകര്യങ്ങൾ കൊണ്ടല്ല. നാടിന്, ജനങ്ങൾക്ക് മതിയായ ചികിത്സാ സൗകര്യം അതിൻ്റെ എല്ലാ ഗുണനിലവാരത്തോടു കൂടിയും ഒരുക്കാൻ കഴിയണമെന്ന കാഴ്ചപ്പാടോടെ ആർദ്രം മിഷൻ നടപ്പാക്കിയതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു സാഹചര്യമുണ്ടായത്. കേരളത്തിൽ നടപ്പാക്കേണ്ട ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറായില്ല. നാടും നാട്ടുകാരും നിരാശയിലായി. എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇതിൽ നിന്ന് ഇനി മാറ്റമുണ്ടാവില്ല, ആർക്കും ഇതിനെ മാറ്റിമറിക്കാനാകില്ല എന്നെല്ലാമുള്ള ശാപവചനങ്ങൾ പലരും ഉരുവിടുന്ന ഘട്ടം. അപ്പോഴാണ് LDF ഇതിനെല്ലാം മാറ്റമുണ്ടാക്കും എന്ന വാഗ്ദാനം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ കാണുന്ന കാഴ്ച നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ സംസ്ഥാനം വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ കാരണം പരിശോധിച്ചപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വികസനത്തിന് വേണ്ടി പല ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഉന്നതരുമായി ബന്ധപ്പെട്ടവർ നടത്തിയതാണ്. അക്കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അനാവശ്യമായ ഒട്ടേറെ തർക്കങ്ങൾ. സംസ്ഥാന സർക്കാർ ആകെ ചെയ്യേണ്ട കാര്യം അതിനാവശ്യമായ ഭൂമി എടുത്തു കൊടുക്കലാണ്. ആ ഭൂമി എടുത്തു കൊടുക്കുന്നതിനാണ് തടസ്സം നിന്നത്. നമ്മുടെ കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ വികസനം പൂർണ്ണമായി തടയപ്പെട്ടു. കൂടെ ഇരിക്കുന്ന ചിലർ ഭൂമി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാരായത് മാറി. 2016 LDF സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരികെ വിളിച്ചു. നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് കടന്നു. അപ്പോൾ
നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, കേരളത്തിലെ വലിയ വിലയാണ് ഭൂമിക്ക്, ഞങ്ങൾക്ക് അത്രയും വില കൊടുത്ത് ഭൂമി എടുക്കാൻ പറ്റില്ല. നാഷണൽ ഹൈവേ വികസിക്കേണ്ടത് ഒഴിച്ചുകൂടാത്ത ആവശ്യമായിരുന്നു. അത് വെച്ചുകൊണ്ട് നാം ഒരു ഗതികെട്ട സമീപനത്തിലെത്തി. അവരുടെ ചില വ്യവസ്ഥകൾക്ക് നാം വിധേയരാകേണ്ടി വന്നു. അവസാനം ഒത്തുതീർപ്പ് ചർച്ചയിൽ സംസ്ഥാനത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയിൽ 25% വഹിക്കേണ്ടതായി വന്നു. അതിനു മുൻപ് ഒരിടത്തും അതുണ്ടായിട്ടില്ല. അതിനുശേഷവും ഒരിടത്തും അതുണ്ടായിട്ടില്ല. നമ്മൾ മാത്രം ഇതിൻ്റെ ഭാഗമായി 5600 കോടി രൂപ നാഷണൽ ഹൈവേക്ക് നൽകേണ്ടതായി വന്നു. ഇത് UDF സർക്കാർ കാണിച്ച കെടുകാര്യസ്ഥയുടെ ഭാഗമായി നമുക്കുണ്ടായ പിഴയാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത. നമ്മുടെ സംസ്ഥാനം ആ 25% വഹിച്ചപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങി. ഇപ്പോൾ കേരളത്തിലാകെ നാഷണൽ ഹൈവേയുടെ വികസനം നല്ല നിലയിൽ നടക്കുകയാണ്. അപ്പോഴാണ് ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഉടനെ അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം കേരളത്തിൽ LDFനെ എതിർക്കുന്ന രണ്ടു കൂട്ടരും UDFും BJPയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും തല ഉയർത്തി തന്നെ പറയും. ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന, ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കാരണം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല. UDF ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? ഈ 9 വർഷം കൊണ്ട് കൂടുതൽ പുറകോട്ട് നാം പോയിട്ടുണ്ടാകുമായിരുന്നു. പിന്നെ ഉണ്ടായ ദുരന്തങ്ങൾ അത് നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന സ്വാഭാവികമായും നാഷണൽ ഹൈവേ തന്നെ നടത്തും. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, കരിമ്പട്ടികയിൽപ്പെടുത്തിയതും അതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗ സംവിധാനത്തിനെതിരെ നടപടികൾ വരുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതൊന്നും കേരളത്തിലെ PWD അല്ലല്ലോ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ കേന്ദ്ര വകുപ്പുമാണ്. സ്വാഭാവികമായും അവരത് ചെയ്യും. ഒരു ദുരന്തമോ ഏതെങ്കിലും സ്ഥലത്ത് ചില പ്രശ്നങ്ങളും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ ആകെ പൊളിഞ്ഞു പോകുമെന്ന് കാണേണ്ടതില്ല. അതെല്ലാം പരിഹരിക്കാനുള്ള സാങ്കേതിക മികവ് നല്ലതുപോലെ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മികവ് വെച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഉണ്ടായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനുള്ള അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ
അറിയിക്കുകയും ചെയ്യും. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുക. നേരത്തെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകരുത് എന്ന് കണക്കാക്കിയവർ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും ഇത് കാരണം തടസ്സപ്പെട്ടു പോകുമെങ്കിൽ അതാവട്ടെ എന്ന ചിന്തയോടെ, ആ ദുർബുദ്ധിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊന്നും മനപ്പായസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കോളും. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് UDF ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാണ്. ഇതുമാത്രമല്ലല്ലോ, നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, നമ്മുടെ കൂടെ ആ പൈപ്പ് ഇടാൻ തുടക്കം കുറിച്ച സംസ്ഥാനങ്ങളെല്ലാം എത്രയോ കാലം മുൻപത് പൂർത്തിയാക്കിയിരുന്നു. 2016 LDF സർക്കാർ വരുമ്പോൾ കണ്ടത് ഈ പറഞ്ഞ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് നടപ്പാക്കാൻ ബാധ്യപ്പെട്ടവർ സംസ്ഥാനം വിട്ടുപോയി. അവർക്കും സ്ഥലമെടുത്തു കൊടുക്കാത്തായിരുന്നു പ്രശ്നം. LDF സർക്കാർ അവരെ തിരിച്ചു വിളിച്ചു. എന്തായി? ഇപ്പോഴല്ല, നേരത്തെ തന്നെ ആ ലൈൻ പൂർത്തിയായി. ആ പൈപ്പിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്നു. അവിടെ നമ്മുടെ ചില പട്ടണങ്ങളിൽ അടുക്കളയിൽ പാചകവാതകമായിട്ട് ആ ഗ്യാസ് എത്തുന്നു. ഫാക്ടറികളിൽ ഇന്ധനമായതെത്തുന്നു. നാടിനാവശ്യമായൊരു കാര്യമാണ് അനാവശ്യമായി തടയുന്ന നിലയുണ്ടായത്. നമ്മുടെ കേരളത്തിൻ്റെ വൈദ്യുതി രംഗത്തിന് വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈനുകൾ ആവശ്യമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇടമൺ കൊച്ചി പവർ ഹൈവേ. ആ പവർ ഹൈവേയുടെ നിർമ്മാണം കേരളത്തിൽ ഒരു സ്ഥലം വരെ എത്തി. സ്ഥലം മറച്ചു വെക്കുന്നില്ല, കോട്ടയത്താണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നു, പിന്നെ മുന്നോട്ടില്ല. ആ ജോലി ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ സംസ്ഥാനത്തിൻ്റെ ഉന്നതരായ മുഴുവൻ ആളുകളെയും കണ്ടു, ഒരനക്കവുമില്ല. അവസാനം അവരും നാട് വിട്ടു. 2016 LDF വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു. ഇപ്പോഴല്ല, നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പണി പൂർത്തിയാക്കാനായി. എന്നാൽ തടസ്സമുണ്ടായി. നേരത്തെ തടഞ്ഞവർ ആ പണി തടയാൻ വേണ്ടി മുന്നോട്ട് വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് എന്ന്. സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം, അതിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുക, അത് ചെലവിട്ട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായത് അതിൻ്റെ ഭാഗമായി കടുത്ത എതിർപ്പ്, കിഫ്ബിയോട് എതിർപ്പ്, വലിയ പരിഹാസം, നടക്കാൻ പോകാത്ത കാര്യം, എവിടുന്ന് പണം കിട്ടാൻ, അങ്ങനെ പല ആക്ഷേപങ്ങൾ നാം കേൾക്കേണ്ടതായി വന്നു. എന്താ യാഥാർത്ഥ്യം? നാം 2016 പറഞ്ഞത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാക്കുമെന്നാണ്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ കേന്ദ്രം സഹായിക്കണമെന്ന്. പക്ഷേ നമുക്ക് സഹായമൊന്നും ലഭിച്ചില്ല. നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ തകർത്തടിക്കുന്നു. ഇങ്ങനെ തകർന്നു പോയല്ലോ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിക്കുന്നു. നമ്മൾ സഹായം പ്രതീക്ഷിച്ചു, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സഹായം തന്നില്ല. നമ്മെ സഹായിക്കാൻ ചില ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു.
ആ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗുജറാത്തിൽ വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നത്. ആ ദുരന്തത്തെ അതിജീവിക്കാൻ രാജ്യവും രാജ്യത്തിന് പുറത്തു നിന്നും ഗുജറാത്തിന് സഹായമെത്തി. ആ സഹായങ്ങൾ സ്വീകരിച്ച് നാടിനെ പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തയാളാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നിരുന്നപ്പോൾ അതുപോലൊരു ദുരന്തം നേരിടേണ്ടി വന്ന നമ്മുടെ നാടിനോട് സഹായമില്ല, ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഇതും നമുക്കനുഭവിക്കേണ്ടി വന്നു. ഒരു നാട്ടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണിത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തമുഖത്ത് സഹായം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. നമ്മോട് മാത്രം പ്രത്യേക വിവേചനം. അത് കേരളം എന്ന നാടിനോട്, കേരളീയർ എന്ന ജനവിഭാഗത്തോട് BJPക്കുള്ള വിപ്രതിപത്തിയുടെ ഭാഗമാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം, അതിനോട് ചേർന്ന് നിൽക്കാൻ ഇവിടെ ചിലർ തയ്യാറായി. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, UDF ആകെ ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചാരി നിൽക്കുന്ന കാഴ്ച നാം കണ്ടു. അവരന്ന് ചെയ്തത് കേരളത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ നോക്കലാണ്. അതെവിടം വരെ എത്തി? നമുക്ക് നാട്ടിൽ ചെലവിടാൻ പണം വേണമായിരുന്നു, ആവശ്യത്തിന് പണമില്ല. അപ്പോൾ സർക്കാർ ഒരഭ്യർത്ഥന സർക്കാർ ജീവനക്കാരുടെ മുന്നിൽ വെച്ചു. പല വഴികൾ സ്വീകരിച്ചതിലൊന്ന്, അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിൽ ഏതാനും ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം. ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ജീവനക്കാർ അത് നല്ല മനസ്സോടെ സ്വീകരിച്ചു. നല്ല പ്രതികരണമുണ്ടായി. അപ്പോഴാണ് പ്രതിപക്ഷത്തിൻ്റെ UDFൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം, കൊടുക്കാൻ പാടില്ല, ആ പദ്ധതി എതിർത്തു, അതിനെതിരെ കോടതിയിൽ പോയി. എന്താണ് ആ മനോഭാവം കാണിക്കുന്നത്? നമ്മുടെ നാട് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് കാണുമ്പോൾ കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിൻ്റെ ഭാഗമായ അവർ തയ്യാറാകേണ്ടതല്ലേ? അന്ന് പാർലമെന്റ് മെമ്പർമാരായ ഏതെങ്കിലും ആള് UDFൻ്റെ ഭാഗത്ത് നിന്ന് പാർലമെന്റിനകത്ത് അത്തരമൊരു ശബ്ദമുയർത്തിയോ? ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യമാണ്. ഒരേ മനോഭാവം, അത് രക്ഷപ്പെടരുത്, തകരട്ടെ, നശിക്കട്ടെ, നാട് പിറകോട്ട് പോകട്ടെ, ഈ മനോഭാവം. എന്നാൽ നമ്മളാ ഘട്ടത്തിൽ തലക്ക് കയ്യും കൊടുത്ത് നിസ്സഹായരായി കരഞ്ഞിരിക്കുകയല്ല ചെയ്തത്. ഒരു നാടെന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ. നമുക്ക് അതിജീവിക്കണമായിരുന്നു. അതിൻ്റേതായ എല്ലാ ശ്രമങ്ങളും നാം നടത്തി. അതിനുശേഷം രാജ്യവും ലോകവും ഈ കേരളത്തെ അത്ഭുതാതരങ്ങളോടെയാണ് നോക്കിക്കണ്ടത്. എങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഈ നാടിനെ ഇതിനെയെല്ലാം
അതിജീവിക്കാനായി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ അതിജീവനത്തിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ: നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും. അതിനു മുന്നിൽ അസാധ്യം എന്നൊരു പദമില്ല. ഏത് അസാധ്യമായ കാര്യങ്ങളും സാധ്യമാക്കാനാകും എന്നതാണ് നാം അതിലൂടെ തെളിയിച്ചത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വിവിധ മേഖലകളിൽ വന്നിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള അപവാദ പ്രചരണം, വ്യാജ പ്രചരണം നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട് വലിയ തോതിൽ കടക്കണിയിലായി എന്ന പ്രചരണം യഥാർത്ഥത്തിൽ വസ്തുതാപരമല്ലാത്ത പ്രചരണമാണത്. നമ്മുടെ വാർഷിക പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഈ പ്രചരണത്തിൻ്റെ തോത് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവ് ഒരു 15,000 കോടിയിൽ താഴെയൊക്കെയാണ് എന്നാണ് കണക്കാക്കാൻ പറ്റുക. എന്നാൽ 30,000 കോടിയിൽ നാം ചെലവിട്ടത് എത്രയാണെന്നറിയാം? 29,224 കോടി 23 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 96.23%. എവിടെയാണ് പദ്ധതി തകർച്ച? കൃത്യമായ ചെലവ് നിർവഹണം നടക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുക. ഇത് തന്നെ മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ അധികാരവും പണവും ലഭിക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ആ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വാർഷിക പദ്ധതിയിൽ 2024-25 നാം വകയിരുത്തിയത് 8,532 കോടി രൂപയായിരുന്നു. ആ 8,532 കോടിയിൽ 8,531 കോടി ആയിപ്പോയില്ല ചെലവിട്ടത്. ചെലവിട്ടത് എത്രയാണെന്നറിയോ? 9,452 കോടി 72 ലക്ഷം രൂപ.